നമസ്കാരം. അപ്പോൾ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ കാണുന്ന ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒറ്റ നില വീടാണ് നമുക്കിന്ന് സെയിലിൽ വന്നിട്ടുള്ളത്. കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് പണി ചെയ്ത് തീർന്ന് റെഡി ടു മൂവ് ഓൺ ആയി കിടക്കുന്ന ഒരു അടിപൊളി വീടാണ് നമുക്കിന്ന് സെയിലിനായിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും തച്ചോട്ടാവും മഞ്ചാടി എന്നുള്ള സ്ഥലത്താണ് നമുക്ക് ഈ ഒരു വീട് വരുന്നത്. മെയിൻ ബസ് റൂട്ടിൽ നിന്ന് വെറും 800 മീറ്റർ മാത്രം മാറി വരുന്ന ഒരു അടിപൊളി ഒരു കിടിലം വീടാണ്. എക്സ്റ്റീരിയറും അതുപോലെ തന്നെ ഇൻറ്റീരിയർ വർക്കായാലും അട്രാക്റ്റീവായിട്ട് തോന്നുന്ന ഒരു സംഭവ രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ വർക്കും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുള്ളത്. 4 സെൻറ്റ് സ്ഥലത്ത് 1100 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം ഉൾപ്പെടെ ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഈ ഒറ്റ നില വീടിൻ്റെ ഫുൾ വിശേഷങ്ങളായിട്ടാണ് നമുക്കിന്ന് പറയാനായിട്ടുള്ളത്. അപ്പോൾ ഈ കാണുന്ന പോലെ എക്സ്റ്റീരിയർ ലുക്കെല്ലാം നല്ല അടിപൊളിയായിട്ടുള്ള ഒരു 3D എലിവേഷനും കാര്യങ്ങളും കൊടുത്ത് സ്ലോപ്പിംഗ് ഡിസൈനും കാര്യങ്ങളും കൊടുത്ത് ചെയ്ത് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള ഒരു വീടാണ്. കുറച്ചുകൂടെ മനോഹരമാക്കുവാനായിട്ട് സ്പോട്ട് ലൈറ്റ്, സ്ട്രിപ്പ് ലൈറ്റ് ഡെക്കറേഷനായി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വുഡ് വർക്കിംഗ് കൂടുതൽ നമുക്ക് ചെയ്തിട്ടുള്ള ഒരു ഒറ്റ നില വീടാണ് നമുക്ക് ഈ ഒരു വീടെന്ന് പറയുമ്പോഴത്തേക്കും. സെൻട്രൽ സിറ്റിയിൽ നിന്ന് ഒരു 10 കിലോമീറ്റർ, ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് ഒരു 15 കിലോമീറ്റർ ഡിസ്റ്റൻസ് മാത്രമാണ് നമുക്ക് ഈ ഒരു വീടിന് വരുന്നത്. നമുക്ക് സെൻട്രൽ സിറ്റിയിലൊക്കെ നമുക്ക് ഈ ട്രാവൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ വെറും ഒരു 25 മിനിറ്റിൻ്റെ ഡ്രൈവ് മാത്രമേ നമുക്ക് വരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലൂടെ നമുക്ക് കടക്കാം. അപ്പോൾ ഈ കാണുന്ന പോലെ തന്നെയാണ് വീടിൻ്റെ എൻട്രൻസ്. ഇത്ര നല്ല വിശാലമേറിയൊരു എൻട്രൻസ് നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ ഒരു സ്ലൈഡിങ് ഗേറ്റും ഒരു ഫോൾഡിങ് ഗേറ്റും കൊടുത്തിട്ടാണ് നമുക്ക് ഇതിൻ്റെ എൻട്രൻസ് കവറപ്പാക്കിയിട്ടുള്ളത്. അകത്തോട്ട് നമുക്ക് ചെല്ലുമ്പോഴത്തേക്കും കാണുന്നത് പോലെ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള ഇൻ്റർലോക്കും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് ഇട്ടിട്ടുണ്ട്. ഒരു കാർ വരെ സുഖമായിട്ട് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമുക്ക് ഈ ഒരു ഫ്രണ്ടേജിൽ തന്നെ കിട്ടുന്നുണ്ട്. ഇതിൻ്റെ മെയിൻ വാട്ടർ സോഴ്സ് നമുക്ക് കിണറാണ്. കൂടാതെ പൈപ്പ് കണക്ഷൻ നമുക്ക് അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട്. കിണറിൻ്റെ പ്ലേസ്മെൻറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ബാക്ക് സൈഡിലാണ് വരുന്നത്. ഈ ഒരു കോർണറിലായിട്ട് ചെറിയൊരു ഗാർഡൻ പ്രൊവിഷനും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ടെറസിലോട്ട് പോകാനുള്ള ഒരു എൻട്രൻസ് ഈ ഒരു ഭാഗത്തു നിന്നാണ് നമുക്ക് വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് വ്യൂ. നമുക്ക് ഇത്രയും വിശേഷങ്ങളെന്ന് പറയുമ്പോഴത്തേക്കും. അപ്പോൾ ഈ കാണുന്നതാണ് വീടിൻ്റെ സിറ്റൗട്ട് എന്ന് പറയുമ്പോഴത്തേക്കും. സിറ്റൗട്ട് നമുക്ക് ഈ ഒരു രീതിയിൽ എൽ ഷേപ്പ് സിറ്റൗട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. വുഡ് പാനൽ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള ചുമര് ഭാഗം നമുക്ക് കാണാൻ പറ്റും. കംപ്ലീറ്റ് ആയിട്ട് തടിയുടെ പാനലാണ് ചെയ്ത് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ളത്. ഫോൾ സീലിംഗ് വർക്ക് ഉൾപ്പെടെ നമുക്ക് വരുന്ന ഒരു സിറ്റൗട്ട് ഏരിയ ആണ്. സ്ട്രിപ്പ് ലൈറ്റും സ്പോട്ട് ലൈറ്റ് ഡെക്കറേഷനാക്കിയാണ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് തീർത്തിട്ടുള്ളത്. 2 സ്റ്റെപ്പ് നമുക്ക് ഉൾപ്പെടെ നമുക്ക് എൻട്രൻസിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ വീടിൻ്റെ സിറ്റൗട്ട് എന്ന് പറയുമ്പോഴത്തേക്കും. അപ്പോൾ ഈ കാണുന്നതാണ് വീടിൻ്റെ ഫ്രണ്ട് ഡോർ നമുക്ക് നല്ല എലഗൻറ്റ് രീതിയിൽ നല്ല അടിപൊളിയായിട്ടുള്ള ഡിസൈനും കാര്യങ്ങളും ഉൾപ്പെടുത്തി പണി ചെയ്ത് തീർത്ത ഒരു ഫ്രണ്ട് ഡോർ നമുക്ക് വരുന്നുണ്ട്. 2 പാളി വരുന്ന ഒരു ഫ്രണ്ട് ഡോറാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. പ്ലാവിൻ തടിയിലാണ് നമുക്ക് വർക്കെല്ലാം കംപ്ലീറ്റ് ചെയ്ത് തീർത്തിട്ടുള്ളത്. അപ്പോൾ ഈ കാണുന്ന പാനൽ വർക്കും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും ഈ ഒരു ഫ്രണ്ട് പൊസിഷൻ നമുക്ക് നല്ല അട്രാക്റ്റീവായിട്ട് തോന്നുന്ന ഒരു ഏരിയ ആയിട്ടാണ് നമുക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് നേരെ വീടിൻ്റെ ഇൻറ്റീരിയർ ഭാഗത്തോട്ട് കിടക്കാം. സിറ്റൗട്ടിൽ നേരെ നമുക്ക് ഉള്ളിലേക്ക് പോകുമ്പോഴത്തേക്കും നല്ല വിശാലമേറിയ ഒരു സ്പേസ് നമുക്ക് ഇവിടെ വരുന്നുണ്ട്. നമുക്ക് ലിവിങ് ഏരിയ പ്ലസ് ഡൈനിങ് ഏരിയ കോൺസെപ്റ്റിലാണ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ചെയ്ത് തീർത്തിട്ടുള്ളത്. ആദ്യം പറഞ്ഞതുപോലെ തന്നെ എക്സ്റ്റീരിയർ വർക്ക് പോലെ തന്നെയാണ് നമുക്ക് ഇൻറ്റീരിയർ വർക്കെല്ലാം നല്ല ഗംഭീരമായിട്ട് ചെയ്തിട്ടുള്ള ഒരു വീടാണ്. നമുക്കൊരു 3 BHK വീടാണിത്. കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് നോക്കുമ്പോഴത്തേക്കും മനസ്സിലാവും ഇതിൻ്റെ ഇൻറ്റീരിയർ വർക്കും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ ലിവിങ് ഏരിയ പ്ലസ് ഡൈനിങ് ഏരിയ കോൺസെപ്റ്റ് വരുന്ന നല്ല മനോഹരമായ വിശാലമേറിയ ഒരു സ്പേസ്. അപ്പോൾ ഇതാണ് നമ്മുടെ TV യൂണിറ്റ് ഏരിയ. നല്ല അടിപൊളിയായിട്ടുള്ള TV യൂണിറ്റ് ഏരിയ നമുക്ക് ഫ്രണ്ടിൽ തന്നെ നമുക്ക് വന്നിട്ടുണ്ട്. അപ്പം ഇതിനകത്ത് അത്യാവശ്യം നല്ല വലിയൊരു TV ഒക്കെ മൗണ്ട് ചെയ്യാൻ പറ്റുന്ന സ്പേസ് നമുക്ക് കൊടുത്തുകൊണ്ട് തന്നെയാണ് TV യൂണിറ്റ് ഏരിയ കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. സൈഡിലായിട്ട് താഴെയുമായിട്ട് നമുക്ക് സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. സ്പോട്ട് ലൈറ്റ് നമുക്ക് ഡെക്കറേഷനെ കൊടുത്തുകൊണ്ടാണ് ഈ ഒരു ഏരിയ നമുക്ക് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. മുകളിലോട്ട് നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഇതുപോലെ വുഡ് വർക്കും കാര്യങ്ങളെല്ലാം നമുക്ക് ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. അത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു ഏരിയ ഫുള്ളായിട്ട് കവർ ചെയ്തത്തക്ക രീതിയിൽ ആ ഒരു വുഡ് വർക്ക് നമുക്ക് ഈ ഒരു ഭാഗത്ത് കംപ്ലീറ്റ് ആയിട്ട് വരുന്നുണ്ട്. അത് നമുക്ക് സ്ട്രിപ്പ് ലൈറ്റ് ഡെക്കറേഷനായി കൊടുത്തുകൊണ്ടാണ് എല്ലാം നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് തീർത്തിട്ടുള്ളത്. ഫോൾ സീലിംഗ് വർക്കെല്ലാം വരുന്നുണ്ട്. ഫോൾ സീലിംഗ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു ഡെക്കറേഷനിലെ ഫോൾ സീലിംഗ് ആണ് നമുക്ക് ഈ ഒരു ഡിസൈനും കാര്യങ്ങളും കൊടുത്താണ് ഫോൾ സീലിംഗ് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ളത്. സീലിംഗ് ഫാൻ ഉൾപ്പെടെ ഹാങ്ങിങ് ലൈറ്റ്സും കാര്യങ്ങളും ഉൾപ്പെടെ നമുക്ക് വരുന്ന ഫോൾ സീലിംഗ് ആണ്. സ്ട്രിപ്പ് ലൈറ്റും സ്പോട്ട് ലൈറ്റും ഡെക്കറേഷനാക്കിയാണ് നമുക്ക് ചെയ്തേക്കുന്നത്. ഈ ഒരു ഏരിയയിൽ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് പാനൽ വർക്കും കാര്യങ്ങളും ചെയ്തിട്ടുള്ളത് നമുക്ക് കാണാൻ പറ്റും. അത് നമുക്ക് ഇച്ചിരി അട്രാക്റ്റീവായിട്ട് തോന്നുന്ന ഒരു രീതിയിൽ തന്നെയാണ് ആ ഒരു പാനൽ വർക്കും കാര്യങ്ങളെല്ലാം നമുക്ക് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഈ ഒരു ലിവിങ് ഏരിയ പ്ലസ് ഡൈനിങ് ഏരിയ കോൺസെപ്റ്റിൽ വന്നിരിക്കുന്ന ഈ ഒരു ഏരിയ ഫുള്ളായിട്ട് നമുക്ക് 24x16 ഡയമെൻഷൻ നമുക്ക് കിട്ടുന്നുണ്ട്. അത്ര നല്ല സ്പേഷ്യസ് ആയിട്ടാണ് ഈ ഒരു ഏരിയ കവറപ്പാക്കി തീർത്തിട്ടുള്ളത്. ഫ്ലോറിംഗ് എല്ലാം തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള പ്രീമിയം ടൈൽസും കാര്യങ്ങളും തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മളെ ലിവിങ് ഏരിയ പ്ലസ് ഡൈനിങ് ഏരിയയുടെ കോൺസെപ്റ്റ്. സൈഡിലായിട്ട് തന്നെ നമുക്ക് ഒരു വാഷ് കൗണ്ടർ ഏരിയ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് നല്ല അടിപൊളിയായിട്ടുള്ള വുഡ് വർക്കും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആക്കി തീർത്ത് പണി ചെയ്ത് തീർത്ത ഒരു വാഷ് കൗണ്ടർ ഏരിയ ആണ്. സെറയുടെ നല്ല ക്വാളിറ്റി ഫിറ്റിങ്സ് തന്നെയാണ് ഈ വാഷ് കൗണ്ടർ ഏരിയയിൽ
നമുക്ക് യൂസ് ചെയ്തിട്ടുള്ളത് ഒരു സ്മാർട്ട് മിററും അതുപോലെ തന്നെ നമുക്ക് സ്റ്റോറേജ് സ്പേസും താഴെ നമുക്ക് സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ ബാക്ക് പാനൽ വർക്കും കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുത്തുകൊണ്ട് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള ഒരു വാഷ് കൗണ്ടർ ഏരിയ നമുക്ക് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ വീണ്ടും കിച്ചണിൻ്റെ ഭാഗത്തോട്ട് പോവാം. അപ്പോൾ ഇതാണ് നമ്മുടെ കിച്ചൺ എന്ന് പറയുമ്പോൾ ഓപ്പൺ മോഡുള്ള രീതിയിലുള്ള ഒരു കിച്ചണാണ്. കിച്ചൺ പ്ലസ് നമുക്ക് വർക്ക് ഏരിയ ഉൾപ്പെടെ നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ കിച്ചണിൻ്റെ ഒരു എൻട്രൻസ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് തടിയുടെ ഒരു ഇതിലാണ് നമുക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നല്ല മനോഹരമായ രീതിയിലുള്ള പാർട്ടീഷൻ വർക്കും കാര്യങ്ങളും എൻട്രൻസിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ഉൾപ്പെടെ തന്നെയാണ് നമുക്ക് ഈ ഒരു ഫ്രണ്ട് എൻട്രൻസിൽ നമുക്ക് വന്നിട്ടുള്ളത്. ഹാങ്ങിങ് ലൈറ്റ്സും കാര്യങ്ങളും ഉൾപ്പെടെ നമുക്ക് വരുന്നുണ്ട്. 12x12 ഡയമെൻഷൻ വരുന്ന ഒരു കിച്ചൺ വർക്ക് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ കിച്ചൺ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് തടിയിലാണ് നമുക്ക് ക്യാബിനറ്റ്സും കാര്യങ്ങളെല്ലാം ചെയ്ത് തീർത്തിട്ടുള്ളത്. സീലിംഗ് ഫാൻ ഉൾപ്പെടെ നമുക്ക് വരുന്ന ഒരു കിച്ചൺ നമുക്ക് കിട്ടിയിട്ടുണ്ട്. 12x12 ഡയമെൻഷനാണ് നമുക്ക് വരുന്നത്. ഫ്ലോറിംഗ് എല്ലാം നല്ല അടിപൊളിയായിട്ടുള്ള നമുക്ക് ഉഡൻ പാറ്റേൺ വരുന്ന ടൈൽസും കാര്യങ്ങളാണ് യൂസ് ചെയ്തിട്ടുള്ളതും. കാണാനൊരു പ്രത്യേക വെറൈറ്റി ആയിട്ട് തോന്നുന്ന ഒരു സംഭവമാണ് ഈ 12x12 ഡയമെൻഷൻ വരുന്ന ഒരു കിച്ചണിനകത്ത് തടിയിൽ ചെയ്തിരിക്കുന്ന ഈ ഒരു കബോർഡ്സും കാര്യങ്ങളും നല്ല ഒരു ഭംഗിയായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. കൂടാതെ തന്നെ ചിമ്മിനിയും അതുപോലെ തന്നെ ഹോബും നമുക്ക് ഓൾറെഡി ഇവിടെ ഇൻബിൽഡ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കിച്ചണിൻ്റെ ഒരു ഡീറ്റെയിലിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഒരു ഭാഗത്ത് നമുക്ക് സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ നമുക്ക് ഉൾപ്പെടെയാണ് വന്നിട്ടുള്ളത്. ഫ്രിഡ്ജ് വയ്ക്കാനുള്ള സ്പേസാണ് നമുക്കിവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിനോട് ചേർന്ന് തന്നെയാണ് നമുക്ക് വർക്ക് ഏരിയ വരുന്നത്. വർക്ക് ഏരിയ നമുക്ക് ഫുള്ളി കവറപ്പായിട്ട് ചെയ്തെടുത്തിട്ടുള്ള ഒരു വർക്ക് ഏരിയ. ഇത്രയും ലെങ്തി ആയിട്ട് നമുക്ക് കിട്ടുന്ന ഒരു സ്പേസ് അവിടെ വരുന്നുണ്ട്. ഫ്ലോറിംഗ് എല്ലാം തന്നെ മാറ്റ് ഫിനിഷ് വരുന്ന ടൈൽസും കാര്യങ്ങളും തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഒരു സിങ്കും സ്ലാബും അതുപോലെ തന്നെ അടിപൊളിയായിട്ടുള്ള സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഏരിയ നമുക്കവിടെ വരുന്നുണ്ട്. മോളായിട്ട് ഈ ഒരു രീതിയിൽ തന്നെയാണ് നമുക്ക് വർക്ക് ഏരിയ കവറപ്പാക്കി എടുത്തിട്ടുള്ളത്. വർക്ക് ഏരിയ സൈഡിലായിട്ടാണ് നമുക്ക് കിണറിൻ്റെ ഒരു പൊസിഷൻ വരുന്നത്. അപ്പോൾ ഈ കാണുന്നതാണ് നമുക്ക് വീണ്ടും കിണറെന്ന് പറയുമ്പോഴത്തേക്കും. അപ്പോൾ ഇനി നമുക്ക് നേരെ വീണ്ടും ഓരോ ബെഡ്റൂംസിലും നമുക്ക് ജസ്റ്റ് ഒന്ന് പോവാം. വീണ്ടും നമുക്ക് ആദ്യം പറഞ്ഞതുപോലെ തന്നെ 3 ബെഡ്റൂം ഉൾപ്പെടെ ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു വീടാണ്. അപ്പോൾ ഈ കാണുന്നതാണ് വീണ്ടും ആദ്യത്തെ ബെഡ്റൂം എന്ന് പറയുമ്പോഴത്തേക്കും 12x12 ഡയമെൻഷൻ കിട്ടുന്ന ഒരു റൂം സൈസ് നമുക്ക് ഇവിടെ തന്നെ കിട്ടുന്നുണ്ട്. ഹോൾ റൂംസ് ഓൾറെഡി നമുക്കിവിടെ ഇൻബിൽഡായിട്ട് ചെയ്തിട്ടുള്ള ഒരു ഹോൾ റൂംസ് നമുക്കിവിടെ കാണാം. ഫ്ലോറിംഗ് അതെല്ലാം പ്രീമിയം രീതിയിലുള്ള ടൈൽസും കാര്യം തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഫോൾ സീലിംഗ് നമുക്ക് ചെയ്തിട്ടുണ്ട്. സീലിംഗ് ഫാൻ ഉൾപ്പെടെ നമുക്ക് വരുന്ന ഒരു ബെഡ്റൂമാണ്. സ്ട്രിപ്പ് ലൈറ്റ് സ്പോട്ട് ലൈറ്റ് ഡെക്കറേഷൻ ആക്കിയാണ് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. ബാത്ത് അറ്റാച്ച് തന്നെയാണ് നമുക്ക് ഈ ഒരു ബെഡ്റൂം വരുന്നത്. ബാത്റൂമൊക്കെ നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് നമുക്ക് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ളത്. സെറയുടെ നല്ല ക്വാളിറ്റി ഫിറ്റിങ്സ് ആണ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു വീണ്ടും അറ്റാച്ച്ഡ് ബാത്റൂമിൽ ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്ക് നേരെ വീണ്ടും രണ്ടാമത്തെ ബെഡ്റൂമിലോട്ട് പോവാം. ഈ കാണുന്നതാണ് വീണ്ടും രണ്ടാമത്തെ ബെഡ്റൂം എന്ന് പറയുമ്പോഴത്തേക്കും. അപ്പോൾ നമുക്ക് 12x12 ഡയമെൻഷൻ വരുന്ന റൂം സൈസ് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. കബോർഡും കാര്യങ്ങളൊക്കെ ഓൾറെഡി നമുക്കിവിടെ ബിൽഡായിട്ട് ചെയ്തിട്ടുണ്ട്. ഫ്ലോറിംഗ് എല്ലാം നല്ല പ്രീമിയം ടൈൽസും കാര്യം തന്നെയാണ്. ഫോൾ സീലിംഗ് നമുക്ക് സ്ട്രിപ്പ് ലൈറ്റ് സ്പോട്ട് ലൈറ്റ് ഡെക്കറേഷൻ ആക്കിയാണ് നമുക്ക് കൊടുത്ത് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. സീലിംഗ് ഫാൻ ഉൾപ്പെടെ നമുക്ക് വരുന്നുണ്ട്. ഡ്രസ്സിംഗ് മിറർ ഉൾപ്പെടെയാണ് നമുക്ക് ഈ കബോർഡ് വരുന്നത്. അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ബാത്റൂം നമുക്കിവിടെ ഉണ്ട്. സെറയുടെ നല്ല ക്വാളിറ്റി ഫിറ്റിങ്സ് തന്നെയാണ് ബാത്റൂംസിലെല്ലാം യൂസ് ആക്കിയിട്ടുള്ളത്. കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് നല്ല ക്വാളിറ്റി ഫിറ്റിങ്സ് തന്നെയാണ് നമുക്ക് ചെയ്തേക്കുന്നത്. ഫ്ലോറിംഗ് എല്ലാം തന്നെ മാറ്റ് ഫിനിഷ് വരുന്ന ടൈൽസ് തന്നെയാണ് യൂസ് ആക്കുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാത്റൂം നമുക്കിവിടെ വരുന്നുണ്ട്. ഇനി നമുക്ക് നേരെ വീണ്ടും മൂന്നാമത്തെ ബെഡ്റൂമാണ് ഈ കാണാൻ പോകുന്നത്. ഇപ്പം മൂന്നാമത്തെ ബെഡ്റൂം നമുക്ക് 12x12 ഡയമെൻഷൻ വരുന്നുണ്ട്. എല്ലാം നേരത്തെ കണ്ടതുപോലെ തന്നെ എല്ലാ റൂംസിലും വരുന്ന കബോർഡ്സും കാര്യങ്ങളും നമുക്ക് ഈ ഒരു റൂമിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഫോൾ സീലിംഗ് നമുക്ക് സ്ട്രിപ്പ് ലൈറ്റ് സ്പോട്ട് ലൈറ്റ് ഡെക്കറേഷനൊക്കെ കൊടുത്തുള്ള ഫോൾ സീലിംഗ് വർക്ക്, സീലിംഗ് ഫാൻ ഉൾപ്പെടെ നമുക്ക് വരുന്നുണ്ട്. അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ബാത്റൂം തന്നെയാണ് നമുക്കിവിടെ വരുന്നത്. സെറയുടെ നല്ല ക്വാളിറ്റി ഫിറ്റിങ്സ് നമുക്ക് ഈ ഒരു ബാത്റൂമിൽ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഫ്ലോറിംഗ് എല്ലാം തന്നെ നല്ല മാറ്റ് ഫിനിഷ് വരുന്ന ടൈൽസാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നല്ല പ്രീമിയം രീതിയിലുള്ള ടൈൽസ് നമുക്ക് ചുമരിലും കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഹീറ്റർ പ്രൊവിഷൻസ് ഉൾപ്പെടെയാണ് നമുക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മുടെ തച്ചോട്ടാവ് മഞ്ചാടിയിലുള്ള ഈ ഒരു മനോഹരമായ ഒറ്റ നില വീടിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്നത്. 4 സെൻറ്റിൽ 1100 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം ഉൾപ്പെടെ ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചെയ്തിട്ടുള്ള ഇത്ര നല്ല മനോഹരമായ വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് നമുക്ക് വരുന്നത് 52 ലക്ഷമാണ്. 52 lakhs ആണ് നമുക്കിതിന് ചോദ്യം എന്ന് പറയുമ്പോഴത്തേക്കും. ഈ പറയുന്ന പ്രൈസ് നമുക്ക് തികച്ചും നെഗോഷ്യബിൾ ആയിട്ടുള്ള ഒരു പ്രൈസ് റേഞ്ചാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു റേറ്റിനെ കുറിച്ച് സംസാരിക്കാനായിട്ടോ ലൊക്കേഷൻ ഡീറ്റെയിൽസും കാര്യങ്ങളും കറക്റ്റായിട്ട് നിങ്ങൾക്ക് അറിയാനായിട്ടോ കാണുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്ത നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ വീട് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ഹോം ലോൺസ് എന്തെങ്കിലും ആവശ്യമാണെങ്കിൽ ഞങ്ങൾ തന്നെ കസ്റ്റമേഴ്സിന് അറേഞ്ച് ചെയ്ത് നൽകി കൊടുക്കുന്നതായിരിക്കും. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ തന്നെ ബെല്ലൈക്കണും കൂടെ ഇനേബിൾ ചെയ്യുക.